നമസ്കാരം. ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പാഠപുസ്തകത്തിലെ ബികോം സെക്കൻഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകത്തിലെ കഥാവിഭാഗത്തിലേക്ക് കടക്കുകയാണ്. സാഹിത്യ പഠനം എന്ന പുസ്തകത്തിലെ കഥാവിഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിലെ ഡൽഹി 1981 എന്ന കഥയാണ് നമ്മളിന്നിവിടെ പഠിക്കാനായി തുടങ്ങുന്നത്. എം മുകുന്ദന്റെ കഥയാണത്. എം മുകുന്ദൻ മലയാള സാഹിത്യത്തിലെ മികച്ച ഒരു സാഹിത്യകാരനും കഥാകാരനുമാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എഴുതി മനുഷ്യ ഹൃദയങ്ങൾ അല്ലെങ്കിൽ ആസ്വാദക ഹൃദയങ്ങളിൽ കൂടി ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ്. നമ്മുടെ കഥാ സാഹിത്യത്തിന് ഒരു പുതിയ മുഖം നൽകിയ എഴുത്തുകാരനാണ് എം മുകുന്ദൻ എന്ന് പറയാം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥ പേര് പോലെ തന്നെ 1981 കാലത്തെ ദില്ലിയിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ഈ കഥയുടെ ഒരു സമകാലികത എന്ന് പറഞ്ഞാൽ ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ മുമ്പും നടന്നിരുന്നു, ഇന്നും നടക്കുന്നു, ഇതിനി ഭാവിയിലും നടക്കാം. കാരണം എല്ലാ സ്ഥലങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ചെറുപ്പക്കാരുണ്ടായിരിക്കുകയും അവരവരുടെ കാമവെറി കൂത്തുകൾക്കായി സ്ത്രീകളെ ഉപയോഗിക്കുകയും കുടുംബങ്ങളെ തകർക്കുകയും ചെയ്യുന്ന ആ ഒരു കഥ ആണ്, അല്ലെങ്കിൽ കഥയല്ല, സംഭവമാണ് അദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കഥയുടെ പശ്ചാത്തലം അദ്ദേഹം ഡൽഹിയിൽ താമസമായിരുന്ന സമയത്ത് ആയതുകൊണ്ടും ഡൽഹിയിൽ നടന്ന സംഭവങ്ങളെ ബേസ് ചെയ്ത് എഴുതിയത് കൊണ്ടും ഡൽഹി ആയെന്നേ ഉള്ളൂ. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. രാജേന്ദർ പാണ്ഡെ ജനൽവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. നിരത്തിനപ്പുറം നിരനിരയായിട്ടുള്ള കടകളാണ്. കടകളുടെ പിറകിൽ ഒരു വലിയ മൈതാനം തന്നെ ഉണ്ട്. നിരത്തിൽ നിന്ന് നോക്കിയാൽ ആ മൈതാനം കാണുകയില്ല. അയാളുടെ മുറി 2ാം നിലയിലെ റോഡിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനലരികിൽ ചെന്ന് നിന്നാൽ താഴെയുള്ള തെരുവും വീടുകളും ഒക്കെ വ്യക്തമായിട്ട് കാണാം. മൈതാനത്തിന് നടുവിലൂടെ ഒരു ഒറ്റയടി പാതയുണ്ട്. കാരണം പെട്ടെന്ന് ആളുകൾക്ക് ക്രോസ് ചെയ്ത് ആ ഭാഗത്തേക്ക് എത്താൻ ആ ഒരു സ്ഥലമാണ് ഉപയോഗിക്കുന്നത്. മൈതാനം എപ്പോഴും വിജനമാണ്. വല്ലപ്പോഴും മാത്രമാണ് ആ വഴിയിലൂടെ ആരെങ്കിലും വരികയും പോവുകയും ചെയ്യുന്നത്. പകൽ മുഴുവൻ അവിടെ പന്നികൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിന്റെ ആ ഒരു മൈതാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തകർന്നുപോയ ഒരു ശവകുടീരം കാണാം. അത് മുഗൾ ഭരണകാലത്തുള്ളതാണ്. അതിൽ നിറച്ച് പ്രാവുകളാണ്. പ്രാവുകളുടെ ചിറകടി ഒച്ചയും കുറുകലുമാണ് കേൾക്കുന്നത്. അപ്പൊ രാജേന്ദർ പാണ്ഡെ ജനലരികിൽ പിടിച്ച് വെറുതെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ അതേ മുറിയിൽ താമസിക്കുന്ന കിഷോർലാൽ റേഡിയോ തുറന്ന് പാട്ട് കേട്ടിരിക്കുകയാണ്. അപ്പൊ ബോറടിച്ചാണ് ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് താഴെ നിരത്തിലൂടെ അവരുടെ സുഹൃത്തുക്കളായ രഘുവീറും നാനക് ചന്ദും വരുന്നത്. അവർ സ്ഥലത്തെ പ്രധാന തെമ്മാടികളാണ്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. IP കോളേജിലെ വിദ്യാർത്ഥിനികളെ ബസ് സ്റ്റോപ്പിൽ ഉപദ്രവിച്ചതിന് രഘുവീർ 2 ദിവസം ലോക്കപ്പിൽ കിടന്നു. നാനക് ചന്ദ് 5 തവണ ജയിലിൽ കിടന്നു. അവസാനത്തെ ജയിൽ ശിക്ഷ ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് ആഭരണം പിടിച്ചു പറിച്ചതിനായിരുന്നു. അപ്പൊ രഘുവീറും നാനക് ചന്ദും അമർ സിംഗിന്റെ ഡ്രൈ ക്ലീനിങ് കടയുടെ പുറകിലേക്ക് മൈതാനത്തിലേക്ക് പോകുന്നത് പാണ്ഡെ കണ്ടു. അവർ പുക വലിച്ചുകൊണ്ട് ഒരു വെട്ടുകരിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് മൈതാനത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു മഞ്ഞ നിറം തെളിഞ്ഞു വന്നത്. അപ്പോൾ അത് അവർ ശ്രദ്ധിച്ചപ്പോൾ മഞ്ഞസാരി എടുത്തൊരു സ്ത്രീയാണ് വരുന്നതെന്ന് മനസ്സിലായി. കൂടെ ഒരു പുരുഷനുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ രഘുവീർ സ്ത്രീയെയും പുരുഷനെയും നോക്കി. എന്നിട്ട് നാനക് ചന്ദിനോട് എന്തോ പറഞ്ഞു. അയാൾ മുഖം തിരിച്ച് ആ സ്ത്രീയെയും പുരുഷനെയും നോക്കി. അവർ തമ്മിൽ വീണ്ടും എന്തോ പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് മൈതാനത്തിലേക്ക് നടക്കുകയാണ്. അപ്പൊ കിഷോർ, തമാശ കാണണമെങ്കിൽ വാ. അപ്പോൾ മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നത് തമാശയായി കാണുന്ന മനുഷ്യർ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ഉപദ്രവിക്കലുകൾ, കൊലപാതകങ്ങൾ, നിരന്തരമായ ഉപദ്രവങ്ങൾ കണ്ടിട്ട് യാതൊരു മനസാക്ഷിയുമില്ലാത്ത മനുഷ്യർ. രാജേന്ദർ പാണ്ഡെ കിഷോർലാലിനെ, അവൻ റേഡിയോയിൽ പാട്ട് കേട്ടിരിക്കണം, അവനെ കൂടെ ജനലിന്റെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് പറയുകയും ചെയ്തു. അപ്പൊ റേഡിയോയില് ലാവരിസിലെ പാട്ടാണ്, അമിതാഭ് ബച്ചന്റെ പാട്ടാണ് കേൾക്കുന്നത്. പരസ്പരം തോളിൽ കൈയിട്ട് സിഗരറ്റ് മാറി മാറി വലിച്ചുകൊണ്ട് നാനക് ചന്ദും രഘുവീറും മൈതാനത്തിലൂടെ നടക്കുകയാണ്. ആ മൈതാനത്തിന്റെ നടുവിലെ ഒറ്റയടി പാതയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ സ്ത്രീയും പുരുഷനും ഏതാണ്ട് അവരുടെ അടുത്തിലെത്തി. അപ്പൊ ജനാലയുടെ അരികിൽ നിന്നാണ് ഈ രണ്ടുപേരും ഈ സീനുകൾ അത്രയും കാണുന്നത്. ആരൊക്കെയാണ്? രാജേന്ദർ പാണ്ഡെയും കിഷോർലാലും ജനാലിന്റെ അരികിൽ നിന്ന് ഈ കാര്യങ്ങൾ കാണുകയാണ്. അപ്പൊ എന്തായാലും അവൾ സുന്ദരിയാണെന്ന് അയാൾക്ക് തോന്നി. അവളുടെ കൂടെ വരുന്ന ചെറുപ്പക്കാരെ നീണ്ടു മെലിഞ്ഞാണ്. അവരെന്തായാലും ഭർത്താവും ഭാര്യയും അടങ്ങുന്ന ഒരു സംതൃപ്ത കുടുംബമാണ്. വെയിലിന്റെ ശക്തി കാരണമായിരിക്കും പെട്ടെന്ന് അവർക്ക് നിരത്തിലേക്ക് എത്താനുള്ള ഒരു ഒറ്റയടി പാതയാണല്ലോ മൈതാനത്തിലൂടെയുള്ള. അപ്പൊ പകലൊന്നും അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ ചെറുപ്പക്കാരി തല മൂടിയിട്ടുണ്ട്. അവരേതാണ്ട് ആ മൈതാനത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞു. അപ്പൊ നാനക് ചന്ദിന്റെ രഘുവീറിന്റെ നടത്തം സാവധാനത്തിലായി. മൈതാനത്തിലൊന്നും ആരെയും കാണാനില്ല. അപ്പൊ തകർന്നു കിടക്കുന്ന ആ ഒരു ശവകുടീരം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിലെ പ്രാവുകൾ പോലും നിശബ്ദരാണ്.
അബേ കിഷോർ, നിന്റെ റേഡിയോ ബന്ദ് കരോ, എഴുന്നേറ്റ് വായോ, അപ്പൊ വന്ന് ഈ വായാർ എന്ന് പറയുന്നത്, അതായത് നീ വന്ന് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പാണ്ഡെ ഒരിക്കൽ കൂടെ കിഷോർലാലിനെ ജനലിന്റെ അരികിലേക്ക് വിളിച്ചു. അപ്പൊ ഇതിനിടയ്ക്ക് നാനക് ചന്ദും രഘുവീറും ആ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ അടുത്ത് എത്തിയിരുന്നു. അരേ ജൽദി എഴുന്നേറ്റ് വായോ എന്ന് ഇയാൾ വീണ്ടും വിളിക്കുന്നു. പാണ്ഡെ മൈതാനത്തിന് നടുവിലേക്ക് മിഴിച്ചു നോക്കി. റേഡിയോ ഓഫാക്കാതെ തന്നെ കിഷോർലാലും നോക്കി. ഇപ്പൊ നാനക് ചന്ദും രഘുവീറും വഴി മുടക്കി നിൽക്കുകയാണ്. ആർക്കാണ്? ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും. എന്നിട്ട് ചെറുപ്പക്കാരിയെ നോക്കി അയാളൊന്ന് ചിരിച്ചു. ചെറുപ്പക്കാരന്റെ മുഖം അത് കണ്ടപ്പോൾ ചുവന്നു. മാറി നിൽക്കും തെമ്മാടികളെ, റാസ്കൽസ് എന്ന് അയാൾ പറഞ്ഞു. നാനക് ചന്ദ്ര രഘുവീറും അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല. അപ്പൊ അവരെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഹോസ്റ്റലിലെ പെൺകുട്ടികളെ, അതായത് കോളേജിലെ പെൺകുട്ടികളെ ഉപദ്രവിച്ചതിന് ജയിലിൽ കിടന്ന ആളാണ് രഘുവീർ. മാത്രമല്ല നാനക് ചന്ദ് 5 തവണ ജയിലിൽ കിടന്നു. അവസാനത്തെ ജയിൽവാസം ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പിടിച്ചു പറിച്ചതിനായിരുന്നു. ഇപ്പൊ ചെറുപ്പക്കാരി മഞ്ഞസാരി തലയിലൂടെ വലിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ കവളുകളൊക്കെ ചുവന്ന് തുടുത്തു, പേടിച്ചിട്ടാണ്. അരേ യാർ, നാനക് ചന്ദ് രഘുവീറും എന്തിനാ ഭാവം എന്ന് കിഷോർലാല് പാണ്ഡെയോട് ചോദിച്ചു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഒരു സിഗരറ്റ് തയ്യാർ. അപ്പൊ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ നിൽക്കുന്ന പരിഷ്കൃത സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇന്നും ഇന്നലെ ഉള്ളതല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പൊ കിഷോർലാൽ ഒരു സിഗരറ്റിന്റെ പാക്കറ്റിൽ നിന്ന് എടുത്ത് പാണ്ഡെയുടെ നേർക്ക് ഒരു സിഗരറ്റ് നീട്ടി. രണ്ടുപേരും ഒരു തമാശ കാണുന്ന കൗതുകത്തോടെ സിഗരറ്റൊക്കെ വലിച്ച് രസകരമായിട്ട് അവർ മൈതാനത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവർ മാറ്റിനിക്ക് പോവുകയായിരിക്കും എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. അല്ലാതെ ഈ സമയത്ത് അവരെവിടെ പോവാൻ? അപ്പോൾ ഇതിനിടയിൽ അവിടെ ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞു. ഹായ് മഞ്ഞക്കിളി, നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നാനക് ചന്ദ് ചെറുപ്പക്കാരിയുടെ അടുത്ത് നിന്ന് സാരി പിടിച്ച് അവളുടെ മുഖം നോക്കുകയാണ്. മാംസളമായ കവിളും നല്ല വിടർന്ന കണ്ണുകളുമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ. അവളുടെ തലമുടിയുടെ മധ്യരേഖയിൽ ഒരു കുങ്കുമ പൊട്ടും ഉണ്ടായിരുന്നു. കുങ്കുമം വിതറിയിരുന്നു. ഒരു നെറ്റിയിൽ ഒരു പൊട്ടുമുണ്ട്. നാനക് ചന്ദ് കയ്യിൽ കുഞ്ഞുമായി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നേരെ തിരിഞ്ഞ് അയാളോടായി പറഞ്ഞു. അരേ ബ്രദർ, നീ വലിയ ഭാഗ്യവാൻ തന്നെ. ഹേമമാലിനിയെ പോലുള്ള ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് ചെറുപ്പക്കാരന് എന്തൊക്കെയോ വല്ലാതെ തോന്നി. അയാൾക്ക് ക്ഷമ നശിച്ചു. അയാൾ ഉള്ളിൽ വളരെ ദേഷ്യപ്പെട്ടു. ഇപ്പൊ കയ്യിൽ കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്, ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ കോപം ഉള്ളിൽ ഒതുക്കി പറഞ്ഞു, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത്തരം ഇൻഡീസെന്റ് ആയിട്ടുള്ള പെരുമാറ്റം നല്ലതല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരല്ലേ, പ്ലീസ് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അയാൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭാര്യയുടെ കൈ പിടിച്ച് അവരെ മറികടന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് രഘുവീർ ചെറുപ്പക്കാരന്റെ ചുമരിൽ കൈവച്ചു. ഞങ്ങളുടെ അനുവാദം കൂടാതെ താൻ ഇവിടെ നനങ്ങാൻ പാടില്ല. ഓക്കെ. ചെറുപ്പക്കാരൻ ഉടനെ കൈവീശി രഘുവിന്റെ മുഖത്തൊന്ന് കൊടുത്തു. അയാളുടെ കൈ കിടന്ന കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സാരെ കുത്ത്, നീ അത്രയ്ക്കായോന്നും പറഞ്ഞ് ഇവൻ എന്ത് ചെയ്യാണ്, പാൻറിനുള്ളിൽ നിന്ന് ഒരു കത്തി വലിച്ചെടുത്തു. അപ്പൊ ചെറുപ്പക്കാരിയുടെ നെഞ്ചിലെ പ്രാണൻ പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അവള് ചങ്ക് മിടിക്കുകയാണ് ഒരു പ്രാവ് പോലെ. വഴക്കിനൊന്നും പോകരുതേ എന്നവള് ഭർത്താവിനോട് യാചിച്ചു. ആ ചെറുപ്പക്കാരൻ കുഞ്ഞിനെ ഭാര്യയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. രഘുവീർ അടി കൊണ്ട കവളിങ്ങനെ തടവിയിട്ട് ഈ ചെറുപ്പക്കാരന്റെ ഷർട്ടിൽ കയറി പിടിച്ചു. അപ്പൊ ചെറുപ്പക്കാരി ഇതിനിടയിൽ നിസ്സഹായയായിട്ട് 4 പാടും അവള് വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ 1 മോർ സിഗരറ്റ് ചെയ്യാറ്. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരും നമ്മൾ ശ്രദ്ധിക്കണം. അവരാ ജനാലയിൽ നിന്ന് ഒരു സിനിമ കാണുന്ന പോലെ ദൃശ്യങ്ങൾ കാണുകയാണ്. ഇപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ കണ്ട് രസിച്ച് മറ്റൊരാളിന്റെ മരണം കണ്ട് രസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മരണം ഒരു രസകരമായ അനുഭവമായി, ദൃശ്യ അനുഭവമായി, ഒരാളിന്റെ നിലവിളി, ഒരു രോദനം, രസകരമായ താരാട്ട് പാട്ടുപോലേക്ക് കേൾക്കുന്ന ആളുകൾ അന്നും ഇന്നും ഉണ്ട് എന്നുള്ളത് ഈ കഥ നമ്മളെ മനസ്സിലാക്കിക്കുന്നു. 1 മോർ സിഗരറ്റ് യാർ. പാണ്ഡെ മൈതാനത്ത് നിന്ന് കണ്ണെടുക്കാതെ വീണ്ടും കിഷോറിന്റെ നേരെ നീട്ടി. അയാൾ ഒരു സിഗരറ്റ് കൂടെ കത്തിച്ച് പുകവലിച്ചു. എന്നിട്ട് വെരി ഇൻട്രസ്റ്റിംഗ്, അതായത് ഇത് കൊള്ളാം, അടിപൊളി, നടക്കുന്ന സംഭവം കണ്ടോണ്ടിരിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനെ നാനക് ചന്ദ് പിടിയും വലിയുമായി നിൽക്കുമ്പോൾ രഘുവീർ അല്പം അകലെ ചെന്ന് ഒരു വലിയ കരിങ്കല്ലെടുത്തുകൊണ്ട് വന്നു. ആ കല്ല് ചെറുപ്പക്കാരന്റെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചു. അത് കണ്ടപ്പോൾ ഭാര്യ തളർന്നു. മൈതാനത്തിന്റെ അറ്റത്തൊരു നിഴല് അപ്പോഴേക്കും ആരോ വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഒരു 60 വയസ്സ്, മധ്യവയസ്സ് കഴിഞ്ഞ നല്ല തടിച്ച ഒരു മാന്യനായ മനുഷ്യൻ ബ്രീഫ് കേസുമായിട്ട് വരികയാണ്. അതാരടാ ആ സുബ്ബർ എന്ന് പാണ്ഡെ പറഞ്ഞു. അയാൾ വന്നത് ഈ കാഴ്ച കണ്ടോണ്ടിരുന്ന രാജേന്ദർ പാണ്ഡെക്കൊക്കെ ഒരു രസം കൊല്ലിയായിട്ടാണ് തോന്നുന്നത്. അയാളെല്ലാം തകരാറിലാക്കുമെന്നും പാണ്ഡെക്ക് തോന്നി. ചെറുപ്പക്കാരനും നാനക് ചന്ദും പരസ്പരം തർക്കിക്കുകയും ഉന്തുകയും തള്ളുകയും ചെയ്യുന്നു. രഘുവീറിന്റെ കയ്യിൽ ഇപ്പോഴും കരിങ്കല്ലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അയാള് ഈ കരിങ്കല്ല് ചെറുപ്പക്കാരന്റെ നേരെ ഉയർത്തുന്നുണ്ട്. അപ്പോഴേക്ക് ചെറുപ്പക്കാരിയുടെ ജീവൻ പോകും. അപ്പൊ മൈതാനിയിലൂടെ വരുന്ന ആ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം വന്നു. അവൾ ഉടനെ ഓടി വരണേ, എന്റെ മോന്റെ അച്ഛനെ ഇവരിപ്പോ കൊല്ലുമെന്ന് അവള് നിലവിളിച്ചു.
ആ മാന്യന്റെ കാലുകൾക്ക് വേഗതയേറി. അയാൾ ഓടി വരികയാണ്. അയാൾ ഭാരിച്ച ശരീരം കുലുക്കിക്കൊണ്ട് നേരെ ഓടി ഈ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും രഘുവീർ അയാളുടെ അടുത്ത് പോയിട്ട് ബദ്മാഷ് ദഫ ഹോജാവോ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ അയാളെ വഴക്കു പറഞ്ഞു. രഘുവീർ അയാളുടെ കയ്യിലിരുന്ന കരിങ്കല്ലി വന്ന മനുഷ്യന് നേർക്കേക്ക് ഓങ്ങി. അപ്പം നാനക് ചന്ദിന്റെ കയ്യിലെ നീണ്ട കത്തിയും അയാളിൽ കണ്ടു. ഭാഗോ ഓട് ഒന്ന് സംശയിച്ച ശേഷം ചെറുപ്പക്കാരിയുടെ വിലാപം, അതായത് എല്ലാവരും അവരവരുടെ ജീവൻ രക്ഷിക്കാനാണല്ലോ നോക്കുന്നത്, അയാൾ ഓടി. ഇപ്പൊ ഇത് കണ്ടപ്പോൾ പാണ്ഡയ്ക്കും കിഷോറിനും സന്തോഷമായി. കാരണം എന്തായാലും ഇനിയിപ്പോ മരണമോ എന്തായാലും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു വഴക്കോ അവിടെ നടക്കുമെന്ന് അവർക്ക്. അപ്പൊ അവര് ചിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ദയനീയ അവസ്ഥയിൽ ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒരു നിമിഷം രഘുവീർ കരിങ്കല്ല് ഉയർത്തി ചെറുപ്പക്കാരന്റെ മൂർധാവിൽ ഇടിച്ചു. നിന്ന നിൽപ്പിൽ അയാളൊന്ന് ആടി. നാനക് ചന്ദ് കാലുയർത്തി അയാളുടെ നാഭിയിൽ ഒരു ചവിട്ടും കൊടുത്തു. അതോടെ ഒരു വില്ല് മറിഞ്ഞ് വീഴുന്ന പോലെ അയാളെ വളഞ്ഞ് വീണു. അപ്പോൾ റിയലി ഗ്രേറ്റ് അല്ലേ, ഇവരെയൊക്കെ സമ്മതിക്കണം എന്നാണ് രാജേന്ദ്ര പാണ്ഡെ, കിഷോർ ലാലു ഒക്കെ പറയുന്നത്. നാനക് ചന്ദിനെ രഘുവീറിനെ സമ്മതിക്കണം. മുറിയൻ ഇംഗ്ലീഷിൽ കിഷോർ ലാലും പറഞ്ഞു. പാണ്ഡെ പറഞ്ഞു വെരി വെരി ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നോക്കണേ, നമ്മള് രക്ഷിക്കേണ്ടവര് തന്നെ കണ്ടു നിന്ന് ആസ്വദിക്കുന്ന പീഡന കാഴ്ചയാണ് ഡൽഹിയിലും ലോകത്തും എല്ലായിടത്തും നടക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇനി ശ്രദ്ധിക്കണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. എഴുന്നേൽക്ക് സിസ്റ്റർ. അപ്പൊ ഈ ഭർത്താവിന്റെ അടുക്കലിരുന്ന് കരയുന്ന ചെറുപ്പക്കാരിയെ ഈ ചെറുപ്പക്കാരന്മാര് പിടിച്ചെണീപ്പിക്കുകയാണ്. എന്നിട്ട് പറയും ഞങ്ങളുടെ കൂടെ ആ കബറിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കബറുണ്ടെന്ന് പറഞ്ഞില്ല, അവിടേക്ക് വരാൻ പറഞ്ഞു. അയാൾ അപ്പൊ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. നാനക് ചന്ദ് അവളെ ബലമായിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു, മുന്നോട്ട് തള്ളി. അപ്പോൾ അവള് നിലത്ത് കിടന്ന്, അപ്പോൾ ഇതിനിടയിൽ അവരുടെ കയ്യിലെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് നിലത്ത് കിടന്ന് കരയുകയാണ്. രഘുവീർ അവന്റെ കീശയിൽ നിന്ന് ഒരു തൂവാല എടുത്ത് ആ കുഞ്ഞിന്റെ വായിലേക്ക് തള്ളിക്കയറ്റി അതിന്റെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതോടെ അതിന്റെ വിളിയും നിന്നു. അപ്പൊ അവളാണെങ്കിൽ കുതറി മാറി മൈതാനിയിലൂടെ ഓടാൻ തുടങ്ങി. ബഹുൻ ചൂത്ത് അബ്ബെ പിടി അവളെ എന്നും പറഞ്ഞ് നാനക് ചന്ദ് രഘുവീറും ഓടിച്ചെന്ന് കടന്നു പിടിച്ച് രണ്ടുപേരും കൂടെ അവളെ കബറിന്റെ അടുത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയി. ഇവളെ ആരാണ്? ഇപ്പൊ കിഷോർലാൽ ചോദിക്കുകയാണ്, അവളെ ബലാത്സംഗം ചെയ്യാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ടൊരു സിനിമ കാണുന്ന പോലെയാണ് അവരിത് കണ്ടു നിൽക്കുന്നത്. രഘുവീറും നാനക് ചന്ദ് അവളെ പൊക്കിയെടുത്ത് ശവകുടീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി അവളുടെ വിയർപ്പിൽ കുതിർന്ന മഞ്ഞ ബ്ലൗസൊക്കെ അവർ വലിച്ചു കയറി. തകർന്ന കരിങ്കൽ ചുമരിനോട് അവളെ ചേർത്ത് നിർത്തി. ഇപ്പോൾ അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. അവളുടെ തലയൊക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ആരായിരിക്കും അവളെ ആദ്യം എന്ന് കിഷോർലാൽ ചോദിക്കുന്നു. നാനക് ചന്ദ്, അല്ലാതെ ആര്? പാണ്ഡെ പറഞ്ഞു. രഘുവീർ അവളെ ചുവരിനോട് ചേർത്ത് നിർത്തി. നാനക് ചന്ദ് തന്റെ പാന്റിന്റെ കുടുക്കുകൾ അഴിച്ചു. അപ്പൊ അവിടെ ഒരു സ്ത്രീ പീഡനം നടക്കുകയാണ്. ആ നിമിഷം രാജേന്ദർ പാണ്ഡെയുടെ മുറി ഒരു വൻ നഗരമായി. അപ്പൊ വൻ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള കാണാ കാഴ്ചകൾ നടക്കുന്നു എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ വലിയ കെട്ടിടങ്ങളാണ്. ഇത് ഈ ഒരു ചെറിയ റൂമിൽ നിന്ന് ഇവർ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ എല്ലായിടത്തും നടക്കുന്നുണ്ട്. രാജേന്ദർ പാണ്ഡെയും കിഷോർ ലാലും 55 ലക്ഷം വരുന്ന ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികളായിട്ട് ഇവർ മാറുകയാണ്. ഉയർന്ന പ്രസംഗവേദികളിൽ നിന്ന് ഖദറും ഗാന്ധിത്തൊപ്പിയും ധരിച്ച നേതാക്കൾ വാതോരാതെ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു. സിഗരറ്റ് പുക കനത്ത് നിൽക്കുന്ന കോഫി ഹൗസുകളിൽ ബുദ്ധിജീവികൾ ഇരുന്ന് തർക്കിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഇതുപോലെ ഒരു കൂട്ടർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ആ നിമിഷം ഖബറിന്റെ ഇരുളിൽ നിന്ന് ഒരു കൊച്ചരി പ്രാവ് പറന്നു വന്ന് തന്റെ ഇളം കൊക്കുകൊണ്ട് നാനക് ചന്ദിന്റെ മൂർധാവിൽ കൊത്തുന്നു. അപ്പൊ ഈ കഥ വളരെ ദുരന്തമയമായിട്ടാണ് അവസാനിക്കുന്നത്. ഈ കഥ വായിച്ചിട്ട് വളരെ ദിവസങ്ങൾ മാനസികമായി വിഷമം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ ഒരു കഥയുടെ ഈ ഒരു കഥ ഡിഗ്രി ക്ലാസ്സുകളിൽ അന്നേ ഈ കഥ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു പ്രത്യേകത, വലിയ നഗരങ്ങളിൽ, അതിപ്പോൾ സാധാരണ ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചിട്ട് ആളുകൾ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ വലിയ വലിയ നഗരങ്ങളിൽ ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും സർവത്ര അരങ്ങേറുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു കഥ നമുക്ക് തരുന്നത്. അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് രാഷ്ട്രീയക്കാരുണ്ടാവും, ബുദ്ധിജീവികളുണ്ടാവും, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ അവനവന്റെ രക്ഷ അവനവൻ തന്നെ നോക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അകപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ സിനിമ കാണുന്ന പോലെ കാര്യങ്ങൾ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മരവിച്ച മനസാക്ഷിയുടെ ചിത്രങ്ങളായിട്ടാണ് ഈ കഥ നമ്മുടെ മുന്നിലേക്ക് എം മുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥ വായിക്കാൻ
ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായി ഉത്തരവെഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.